ചൈനയിലും വിയറ്റ്നാമിലും ഫിലിപ്പീൻസിലും കൊറിയയിലും കനത്ത നാശം വിതയ്ക്കുകയാണ് വിഫ ചുഴലിക്കാറ്റ്. അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളും ദൃശ്യങ്ങളുമാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. തെക്കൻ ചൈന കടലിലാണ് വിഫ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. തായ്ലൻഡാണ് വിഫ എന്ന പേര് ചുഴലിക്കാറ്റിന് നൽകിയത്. വലിയ നാശമാണ് ചൈനയിൽ ചുഴലിക്കാറ്റ് വിതച്ചത്. മരങ്ങൾ കടപുഴകി വീണു, വ്യോമഗതാഗതവും താറുമാറായി. ഹോങ്കോങ്ങിലെയും സമീപ പ്രദേശങ്ങളിലെയും എയർപോർട്ടുകളിലെ വിമാന സർവീസുകൾ റദ്ദാക്കി. ഞായറാഴ്ച രാവിലെ ഹോങ്കോങ് ഒബ്സർവേറ്ററി ഏറ്റവും ഉയർന്ന മുന്നറിയിപ്പായ നമ്പർ 10 ചുഴലിക്കാറ്റ് സിഗ്നൽ നൽകി. കൊടുങ്കാറ്റ് ഞായറാഴ്ച ഉച്ചയോടെ ഹോങ്കോങ്ങിന് തെക്ക് ഭാഗത്തിലൂടെ കടന്നുപോയി. ഈ സമയം ചുഴലിക്കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 140 കിലോമീറ്റർ ആയിരുന്നുവെന്ന് ഹോങ്കോങ് ഒബ്സർവേറ്ററി അറിയിച്ചു. ചൈനയുടെ തെക്കൻ തീരത്തുള്ള സുഹായിയിലും മറ്റ് നഗരങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണു. ഹോങ്കോങ്ങിൽ ചുഴലിക്കാറ്റിൽ മരങ്ങൾ നിലംപതിച്ചതോടെ വാഹനങ്ങൾ കുടുങ്ങി. വൻ നാശനഷ്ടങ്ങളാണ് ചുഴലിക്കാറ്റ് നഗരത്തിൽ വിതച്ചത്. ഹോങ്കോങ്, സിഡ്നി ലാൻഡും മറ്റ് അമ്യൂസ്മെന്റ് പാർക്കുകൾ അടച്ചിട്ടു. തെക്കൻ ചൈനയിൽ ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റിയതായി ചൈനയിലെ പ്രമുഖ മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. വിഫ ചുഴലിക്കാറ്റ് വടക്കൻ വിയറ്റ്നാമിൽ ശക്തമായ കാറ്റും മഴയും വിതച്ചു. അടുത്തുള്ള ഫിലിപ്പീൻസിൽ 5 പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച സമുദ്രത്തിലൂടെ വീശിയടിച്ച ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കരയിലേക്ക് പ്രവേശിച്ചു. ഇവിടെ മണിക്കൂറിൽ പരമാവധി 102 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതായി പ്രാദേശിക കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിയറ്റ്നാമിൽ വീശിയടിച്ച ശേഷം വിഫ തെക്ക് പടിഞ്ഞാറേക്ക് നീങ്ങിയതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കൊടുങ്കാറ്റിൽ ഹാനോയുടെ കിഴക്കുള്ള ഹങ് യെൻ പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി നിലച്ചു. തലസ്ഥാന നഗരമായ ഹാനോയിലെ തെരുവുകൾ ഏതാണ്ട് ശൂന്യമായിരുന്നു. മിക്ക സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. കൂടാതെ നഗരസഭാ അധികൃതർ വീട്ടിൽ തന്നെ തുടരാനും ആളുകൾക്ക് നിർദ്ദേശം നൽകി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഫിലിപ്പീൻസിൽ 8 ലക്ഷത്തിലധികം പേരെയാണ് കൊടുങ്കാറ്റ് ബാധിച്ചത്. കാറ്റിലും മഴയിലും 300-ലധികം സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി. 1200-ലധികം വീടുകളാണ് തകർന്നത്. ശക്തമായ ചുഴലിക്കാറ്റിൽപ്പെട്ട് ആളുകൾ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ചൈനയിലെ ജുഹായിലാണ് സംഭവം. കാറ്റിൻ്റെ ശക്തിയിൽ നടക്കാനാവാതെ ആളുകൾ താഴെ വീഴുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ചിലർ തറയിലിഴഞ്ഞ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതും ദൃശ്യങ്ങളിൽ കാണാം.